സംസ്ഥാനത്ത് SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് തുടക്കം. 4,27,021 കുട്ടികളാണ് ഇത്തവണ SSLC എഴുതുന്നത്. രാവിലെ SSLC പരീക്ഷയും ഉച്ചയ്ക്ക് ശേഷം +2 പരീക്ഷയും നടക്കും. 1:30-നാണ് രണ്ടാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷ. SSLC +2 പരീക്ഷകൾ 26-ന് അവസാനിക്കും. ആകെ 2,980 കേന്ദ്രങ്ങളിലായാണ് കുട്ടികൾ SSLC പരീക്ഷ എഴുതുന്നത്. കേരളത്തിന് പുറത്ത് ലക്ഷദ്വീപിൽ 9 കേന്ദ്രങ്ങളിലും ഗൾഫിൽ 7 കേന്ദ്രങ്ങളിലും ഒരുക്കിയിട്ടുണ്ട്. താമരശ്ശേരിയിലെ 15 വയസ്സുകാരൻ ഷഹബാസിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളായ 5 വിദ്യാർത്ഥികളും ഇന്ന് SSLC പരീക്ഷ എഴുതും. പ്രതികളെ പരീക്ഷ എഴുതാൻ അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിച്ച് കോഴിക്കോട് വെള്ളിമാടുകുന്നിലെ ജുവനൈൽ ഹോമിന് മുന്നിൽ പ്രതിഷേധം. KSU, MSF തുടങ്ങിയ വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം. കണ്ണൂർ മുൻ ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ ഹൈക്കോടതി വിധി പറയും. CBI അന്വേഷണം നിരസിച്ച സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ നൽകിയ ഹർജിയാണ് ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചത്. CBI അന്വേഷണത്തിനെങ്കിൽ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറണമെന്ന് ഹർജിക്കാരി ആവശ്യപ്പെട്ടു. എറണാകുളം സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടറെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. വൃക്കരോഗ വിഭാഗം സീനിയർ സർജനായ ജോർജ് P. എബ്രഹാമിനെയാണ് ഫാം ഹൌസിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നെടുമ്പാശ്ശേരിക്ക് സമീപം തുരുത്തുശ്ശേരിയിലെ സ്വന്തം ഫാം ഹൌസിലാണ് സംഭവം. നിയമസഭാ സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. സ്വകാര്യ സർവകലാശാല ബിൽ ഇന്ന് നിയമസഭയിൽ അവതരിപ്പിക്കും. സബ്ജക്ട് കമ്മിറ്റിക്ക് വിട്ട് ഈ സമ്മേളനത്തിൽ ബില്ല് പാസാക്കും. സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്ന ആവശ്യവുമായി പ്രതിപക്ഷം ബില്ലിൽ ഒപ്പിടാതെ ഗവർണർ. ആശാവർക്കർമാരുടെ സമരം 22ാം ദിവസത്തിലേക്ക് സമരം കടുപ്പിച്ച ആശമാർ ഇന്ന് നിയമസഭയിലേക്ക് മാർച്ച് നടത്തും. ആശമാർക്ക് പിന്തുണയുമായി വിവിധ പ്രതിപക്ഷ പാർട്ടികൾ രംഗത്ത്. കോൺഗ്രസിന്റെ സംസ്ഥാന വ്യാപക പ്രതിഷേധം. പത്തനംതിട്ടയിൽ യുവാവ് ഭാര്യയെയും സുഹൃത്തിനെയും വെട്ടിക്കൊലപ്പെടുത്തി. കലഞ്ഞൂർ പാടത്ത് ബൈജുവാണ് ഭാര്യ വൈഷ്ണവിയും അയൽവാസി വിഷ്ണുവിനെയും വെട്ടിക്കൊന്നത്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ദേശീയപാത 66 6 വീതിയിൽ പൂർത്തിയാക്കുമ്പോൾ കൊച്ചിയിൽ മാത്രം 4 വരി. അരൂരിലെ 6 വരി പാതയിൽ നിന്ന് പാലത്തേക്ക് ഇറങ്ങുന്ന വാഹനങ്ങൾ ഇടപ്പള്ളി വരെ 15 കിലോമീറ്റർ ദൂരം 4 വരി പാതയിലൂടെയാകും സഞ്ചരിക്കുക. ഇടപ്പള്ളി അരൂർ ദേശീയപാതയിൽ മേൽപ്പാലം നിർമ്മിക്കാൻ ആലോചന ഉണ്ടായിരുന്നെങ്കിലും മറ്റു നടപടികൾ ഉണ്ടായിട്ടില്ല. തേങ്ങയുടെയും കൊപ്രയുടെയും വെളിച്ചെണ്ണയുടെയും വില കുതിക്കുന്നു. തേങ്ങയുടെയും കൊപ്രയുടെയും വില വർദ്ധിച്ചതാണ് വെളിച്ചെണ്ണ വില വർദ്ധിക്കാൻ കാരണം. തേങ്ങ കിലോ 75 രൂപയും ആട്ടിയ വെളിച്ചെണ്ണ കിലോ 300 രൂപയുമാണ് വില. കൊപ്രയ്ക്ക് കിലോ 160 രൂപയാണ്. വയനാട് ചതലയം ചേനാട് ഗവൺമെന്റ് ഹൈസ്കൂൾ മൈതാനത്തുള്ള കൂറ്റൻ ജലസംഭരണി കാലപ്പഴക്കം മൂലം അപകട ഭീഷണിയിൽ. ജലസംഭരണിയുടെ കോൺക്രീറ്റ് പാളികൾ അടർന്നു വീഴുന്നത് ഇവിടെ കളിക്കാനിറങ്ങുന്ന കുട്ടികൾക്കും നാട്ടുകാർക്കും വലിയ ഭീഷണിയാവുകയാണ്. സംഭരണി പൊളിച്ചു മാറ്റണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. 13 ലിറ്ററിലധികം ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായ ഒരാളെ അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സംഘം അറസ്റ്റ് ചെയ്തു. വെള്ളത്തൂവൽ സ്വദേശി റെജിമോനാണ് പിടിയിലായത്. മദ്യം കടത്താൻ ഉപയോഗിച്ച ഓട്ടോറിക്ഷയും നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സംഘം പിടിച്ചെടുത്തു. താമരശ്ശേരി ഷഹബാസ് വധക്കേസിലെ മുഖ്യപ്രതിയായ കുട്ടിയുടെ പിതാവിന് കൊട്ടേഷൻ ബന്ധം. ഇയാൾ TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതി TK രജീഷിനൊപ്പം നിൽക്കുന്ന ചിത്രവും പുറത്ത്. കൊല ചെയ്യാൻ ഉപയോഗിച്ച നഞ്ചക്കും ഇവരുടെ വീട്ടിൽ നിന്നും കണ്ടെത്തി. സെക്രട്ടേറിയറ്റ് നടയിൽ മഴയത്തും സമരം ചെയ്യുന്ന ആശാവർക്കർമാർക്ക് പിന്തുണയുമായി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. വിഷയം ഉന്നയിക്കാൻ JP നദ്ദയെ കാണുമെന്ന് പറഞ്ഞ സുരേഷ് ഗോപി വേണ്ടിവന്നാൽ പ്രധാനമന്ത്രിയെ അറിയിക്കുമെന്നും വ്യക്തമാക്കി. മുല്ലപ്പള്ളി രാമചന്ദ്രനെ വേണ്ട വിധത്തിൽ പരിഗണിക്കുന്നതിൽ വീഴ്ച ഉണ്ടായെന്ന് സംബന്ധിച്ച് KPCC അധ്യക്ഷൻ K. സുധാകരൻ വടകരയിലെ വീട്ടിലെത്തി. മുല്ലപ്പള്ളിയെ കണ്ടതിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുല്ലപ്പള്ളി പാർട്ടിക്ക് അടിത്തറ പണിത നേതാവാണ്. അദ്ദേഹവുമായി വ്യക്തിപരമായി അകൽച്ചയില്ല. ഇനി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്നും മുല്ലപ്പള്ളി പൂർണ്ണമായി സഹകരിക്കുമെന്നും മറ്റ് നേതാക്കളെയും ഇതുപോലെ കണ്ട് സംസാരിക്കുമെന്നും K. സുധാകരൻ പറഞ്ഞു. കേരളത്തിലെ വ്യവസായ വളർച്ച സംബന്ധിച്ച നിലപാടിൽ മലക്കം മറിഞ്ഞ ശശി തരൂർ MP. കേരളത്തിലെ സ്റ്റാർട്ടപ്പ് വികസനം പേപ്പറിൽ മാത്രം ഒതുങ്ങാതെ നടപ്പാക്കണമെന്നും ശശി തരൂർ വ്യക്തമാക്കി. X പോസ്റ്റിലൂടെയാണ് ശശി തരൂർ നിലപാട് തിരുത്തിയത്.
ഒല്ലൂർ CIയെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി അനന്തു മാരിയെ കാപ്പ ചുമത്തി ജയിലിലടച്ചു. ഇത് രണ്ടാം തവണയാണ് അനന്തുവിനെതിരെ കാപ്പ ചുമത്തുന്നത്. വധശ്രമം, കവർച്ച ഉൾപ്പെടെ 12ഓളം കേസുകളിൽ പ്രതിയാണ് അനന്തു. ഒല്ലൂർ പടവരാട് സ്വദേശിയായ അനന്തുവിനെ ജില്ലാ മജിസ്ട്രേറ്റിന്റെ ഉത്തരവ് പ്രകാരമാണ് കരുതൽ തടങ്കലിലാക്കിയത്. മുസ്തഫൽ ഫൈസിയെ തിരിച്ചെടുക്കുന്നതിലും CSI വിഷയത്തിലും മുസ്ലിം പണ്ഡിത സംഘടനയായ സമസ്തയിൽ അതൃപ്തി. സംസ്ഥയിലെ ഒരു വിഭാഗം ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതിരുന്നതോടുകൂടിയാണ് ലീഗുമായുള്ള അനുരഞ്ജന ചർച്ച തീരുമാനമാകാതെ പിരിയുന്ന സാഹചര്യമുണ്ടായത്. അതിനിടെ സമസ്തയുടെയും ലീഗിന്റെയും ഉന്നത നേതൃത്വം ഉൾക്കൊള്ളുന്ന സമവായ സമിതി ഇനിയും ചർച്ച തുടരും. കൊടകര കുഴൽപ്പണ കേസിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനാകാതെ പോലീസ് തിരൂർ സതീശന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ തുടർ അന്വേഷണം ആവശ്യപ്പെട്ട് SIT EDക്ക് കത്ത് നൽകി. അതേസമയം കേസിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് ED വ്യക്തമാക്കി. എല്ലാ യുവജന വിദ്യാർത്ഥി സംഘടനകളെയും കൂട്ടായ്മകളെയും ഉൾപ്പെടുത്തി ലഹരി വിരുദ്ധ പ്രസ്ഥാനം നടപ്പാക്കുമെന്ന് എക്സൈസ് മന്ത്രി MB രാജേഷ്. സിന്തറ്റിക് ലഹരിയുടെ ഉറവിടം കേരളമല്ല, ഇതര സംസ്ഥാനങ്ങളിൽ നിന്നാണ് ലഹരി എത്തുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചർച്ചയാകുന്നത് കൗമാരക്കാരിൽ വളർന്നു വരുന്ന വയലൻസ് ആണ്. അതിന് സിനിമയും വീഡിയോ ഗെയിമും എല്ലാം ആക്കം കൂട്ടിയെന്നും MB രാജേഷ് തൃശൂരിൽ പറഞ്ഞു. കാസർഗോഡ് വാട്സാപ്പിലൂടെ മുത്തലാഖ് ചൊല്ലിയ പരാതിയിൽ ഭർത്താവിനെതിരെ ഹൊസ്ദുർഗ് പോലീസ് കേസെടുത്തു. നെല്ലിക്കെട്ട് സ്വദേശി അബ്ദുൾ റസാഖിനെതിരെയാണ് കേസ്. മുസ്ലിം സ്ത്രീ വിവാഹ സംരക്ഷണ നിയമപ്രകാരമാണ് നടപടി. ഇതിനു പുറമെ സ്ത്രീധന പീഡന നിയമപ്രകാരമുള്ള വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട്. മയക്കുമരുന്നിനെതിരെ സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കിയ ഓപ്പറേഷൻ ഡി ഹണ്ടിൽ എറണാകുളം റൂറൽ പോലീസ് രജിസ്റ്റർ ചെയ്തത് 144 കേസുകൾ. 145 പേർക്കെതിരെ നടപടിയെടുത്തു. 700 ഗ്രാമോളം കഞ്ചാവ് പിടികൂടി. 1/2 ഗ്രാം MDMAയും 7 ഗ്രാമോളം ഹെറോയിനും കണ്ടെടുത്തു. ഒരാഴ്ച നീണ്ട പരിശോധനയായിരുന്നു. ചാന്ദ്രപര്യവേഷണത്തിൽ നിർണായക ചുവടുവെപ്പായി ബ്ലൂ ഗോസ്റ്റ് ദൗത്യം. ഫയർഫ്ലൈ എയ്റോസ്പേസ് കമ്പനിയുടെ ബ്ലൂ ഗോസ്റ്റ് ലാൻഡർ ചന്ദ്രോപരിതലത്തിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്തു. ചന്ദ്രനിൽ സുരക്ഷിതമായ ലാൻഡിംഗ് സമ്പൂർണ്ണ വിജയമാക്കുന്ന രണ്ടാമത്തെ സ്വകാര്യ കമ്പനി എന്ന നേട്ടം കൂടിയാണ് ഫയർഫ്ലൈ എയ്റോസ്പേസ് ഇതിലൂടെ സ്വന്തമാക്കിയത്. കടന്നൽ കുത്തേറ്റ് ചികിത്സയിലായിരുന്ന ഇയാൾ മരിച്ചു. കോഴിക്കോട് മരുതോങ്കർ സ്വദേശി രാഘവനാണ് മരിച്ചത്. കഴിഞ്ഞ മാസം 23-ന് വൈകിട്ടായിരുന്നു രാഘവന് കടന്നൽ കുത്തേറ്റത്. അതിനുശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് അന്ത്യം സംഭവിച്ചത്. ഹരിയാനയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തക കൊല്ലപ്പെട്ടു. സോനെപത്ത് സ്വദേശി ഹിമാനി നർവാളാണ് കൊല്ലപ്പെട്ടത്. റോത്തക്കിലെ സാംപ്ലെ ബസ് സ്റ്റാൻഡിന് സമീപം ഉപേക്ഷിച്ച ട്രോളി ബാഗിൽ കണ്ടെത്തിയ മൃതദേഹം ഹിമാനിയുടേതാണെന്ന് തിരിച്ചറിഞ്ഞു. ഹിമാനിയെ കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തി സ്യൂട്ട് കേസിലാക്കി ബസ് സ്റ്റാൻഡിൽ തള്ളിയെന്നാണ് പ്രാഥമിക നിഗമനം. സംഭവവുമായി ബന്ധപ്പെട്ട് ഇതുവരെ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. മലപ്പുറത്ത് കടുവയുടെ നഖം വിൽക്കാൻ ശ്രമിച്ചയാൾ അറസ്റ്റിൽ. വഴിക്കടവ് സ്വദേശി അഷ്റഫാണ് വനം വിജിലൻസിന്റെ പിടിയിലായത്. 25,000 രൂപ മുതൽ 50,000 രൂപ വരെ വിലയിട്ട് 3 നഖങ്ങളാണ് ഇയാൾ വിറ്റത്. രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ പിടിയിലായത്. കുന്നംകുളം താലൂക്ക് ആശുപത്രി ശുചിമുറിയിൽ തലയിടിച്ചു വീണ വയോധികന് ദാരുണാന്ത്യം. പുത്തൂർ സ്വദേശി വടക്കൂട്ട് വീട്ടിലെ 85 വയസ്സുള്ള പൗലോസാണ് മരിച്ചത്. ശുചിമുറിയിൽ തലയിടിച്ച് വീണ് പൊട്ടിയ നിലയിൽ പൗലോസിനെ ആശുപത്രിയിൽ ശുചീകരണ തൊഴിലാളികളാണ് കണ്ടെത്തിയത്. തുടർന്ന് ഡോക്ടർമാർ നടത്തിയ പരിശോധനയിൽ മരണപ്പെട്ടതായി സ്ഥിരീകരിച്ചു. ശക്തമായ വേനൽ മഴയെ തുടർന്ന് മലപ്പുറം ജില്ലയിലെ പല ഭാഗങ്ങളിലും നാശനഷ്ടമുണ്ടായി. ബലത്തുപറയിൽ യൂസ് കാർ ഷോറൂമിന് സമീപത്ത് നിർത്തിയിട്ടിരുന്ന കാറിന് മുകളിൽ മരം വീണു. പുളിക്കൽ സിയങ്കണ്ടം മേഖലയിലും കനത്ത നാശനഷ്ടമുണ്ടായി. ജില്ലയുടെ പല ഭാഗങ്ങളിലും ശക്തമായ മഴ ലഭിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. തൃശൂർ മലക്കപ്പാറയിൽ മധ്യവയസ്കരെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ യുവാവ് റിമാൻഡിൽ. മുക്കമ്പുഴ സ്വദേശി വസന്തനെയാണ് കോടതി റിമാൻഡ് ചെയ്തത്. വാക്ക് തർക്കത്തെ തുടർന്ന് മധ്യവയസ്കനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്നാണ് കേസ്. തൃശൂർ ഒല്ലൂരിൽ പോലീസ് ഇൻസ്പെക്ടറെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച പ്രതിയെ അറസ്റ്റ് ചെയ്തു. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ അനന്തുവിനെയാണ് ഒല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. കവർച്ച ഉൾപ്പെടെ 12ഓളം കേസുകളിൽ പ്രതിയാണ് അനന്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു.
തൃശൂർ പീച്ചി കണ്ണാറയിൽ തേനീച്ച കുത്തേറ്റ് 4 പേർക്ക് പരിക്ക്. കണ്ണാറ സ്വദേശികളായ തങ്കച്ചൻ, ജോമോൻ, ഐസക്, ബെന്നി, വർഗീസ്, റെനീഷ് രാജൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. പറമ്പിലായിരുന്ന തങ്കച്ചനാണ് ആദ്യം കുത്തേറ്റത്. വിവരമറിഞ്ഞ് രക്ഷിക്കാൻ പോയവർക്കും കുത്തേൽക്കുകയായിരുന്നു. കണ്ണൂർ പാനൂരിൽ കർഷകനെ കൃഷിയിടത്തിൽ കാട്ടുപന്നി ആക്രമിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിഷേധിച്ച് പ്രദേശവാസികൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധത്തിൽ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു വരികയായിരുന്ന ആംബുലൻസ് തടഞ്ഞു. മലപ്പുറം ചങ്ങരംകുളത്ത് 300 ഗ്രാം കഞ്ചാവുമായി സഹോദരങ്ങൾ പിടിയിൽ. പൊന്നാനി സ്വദേശിയായ ഷഹീൻ, ഷാനിഫ് എന്നിവരാണ് പിടിയിലായത്. വരും ദിവസങ്ങളിൽ ചങ്ങരംകുളം മേഖലയിൽ വ്യാപക പരിശോധന ഉണ്ടാകുമെന്ന് ചങ്ങരംകുളം CI ഷൈൻ പറഞ്ഞു. തെലങ്കാനയിൽ വെറും 4 മിനിറ്റുകൾ കൊണ്ട് ATM കവർന്ന് 5-അംഗ സംഘം 30 ലക്ഷം രൂപയാണ് കവർന്നത്. പണം വീണ്ടെടുക്കാനും മോഷ്ടാക്കളെ പിടികൂടുന്നതിനുമായി വിദഗ്ധ സംഘത്തെ നിയോഗിച്ചു. ഹരിയാനയിൽ നിന്നുള്ള വിദഗ്ധ സംഘമാണോ ഇതിനു പിന്നിലെന്ന് സംശയിക്കുന്നതായി അസിസ്റ്റന്റ് കമ്മീഷണർ. തൃശൂർ മലക്കപ്പാറയിൽ മധ്യവയസ്കനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി റിമാൻഡിൽ. മുക്കുമ്പുഴ കാടർ ഉന്നതിയിൽ വെച്ചായിരുന്നു പ്രതിയായ വസന്തൻ മുക്കുമ്പുഴ സ്വദേശി സുബ്രഹ്മണ്യനെ മാരകായുധമായ വീശുവാൾ ഉപയോഗിച്ച് വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. വസന്തൻ ആഫ്രിക്കൻ രാജ്യമായ അങ്കോളയിൽ കോളറ പടരുന്നു. 202 പേർ മരിച്ചു. 6000-ഓളം പേർക്ക് കോളറ ബാധിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. തലസ്ഥാനമായ ലുവാണ്ടയിലാണ് കോളറ ആദ്യം പൊട്ടിപ്പുറപ്പെട്ടത്. രാജ്യത്തെ 21-ൽ 13 പ്രവിശ്യകളിലും കോളറ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ജോർദാൻ വഴി ഇസ്രായേലിലേക്ക് കടക്കാൻ ശ്രമിച്ച മലയാളി വെടിയേറ്റു മരിച്ചു. തുമ്പ സ്വദേശി ഗബ്രിയേൽ പെരേരയാണ് ജോർദാൻ പട്ടാളത്തിന്റെ വെടിയേറ്റു മരിച്ചത്. ഇത് സംബന്ധിച്ച് ഗബ്രിയേലിന്റെ കുടുംബത്തിന് എംബസിയിൽ നിന്ന് ഇമെയിൽ സന്ദേശം ലഭിച്ചു. സമീപവാസികളായ ഗബ്രിയേൽ പെരേരയും എഡിസണും വിസിറ്റിംഗ് വിസയിലാണ് ജോർദാനിലെത്തിയത്. ഫെബ്രുവരി 10-നാണ് ഇവർ അനധികൃതമായി ജോർദാനിൽ നിന്നും ഇസ്രായേലിലേക്ക് കടക്കാൻ ശ്രമിച്ചത്. ഓഹരി വിപണി തട്ടിപ്പ് നടത്തിയെന്ന ആരോപണത്തിൽ സെബി മുൻ ചെയർപേഴ്സൺ മാധവി പൂരി ബുച്ചിനെതിരെ കേസെടുക്കാൻ കോടതി ഉത്തരവ്. സ്പെഷ്യൽ ആന്റി കറപ്ഷൻ ബ്യൂറോ കോടതിയാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് 5 മുതിർന്ന ഉദ്യോഗസ്ഥർക്കെതിരെയും കേസെടുക്കാൻ നിർദ്ദേശം. ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായിരിക്കുന്ന കാലത്ത് US-ൽ ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് ഹോളിവുഡ് സംവിധായകൻ ജെയിംസ് കാമറൂൺ. പത്രങ്ങളിൽ ട്രംപിന്റെ മുഖം ആദ്യ പേജിൽ കാണുന്നത് മടുത്തുകൊണ്ട് താൻ അമേരിക്ക വിടാനൊരുങ്ങുകയാണെന്നും ന്യൂസിലാൻഡിലേക്ക് സ്ഥിരമായി താമസം മാറാൻ ആലോചിക്കുകയാണെന്നും കാമറൂൺ പറഞ്ഞു. അതിവേഗ വാർത്തകൾ തുടരുന്നു. സോപാനം സ്കൂൾ ഓഫ് പഞ്ചവാദ്യത്തിന്റെ നേതൃത്വത്തിൽ മലപ്പുറത്ത് 51 പേരുടെ സോപാന സംഗീതാർച്ചന നടന്നു. വട്ടംകുളം പരിയപ്പുറം ഭഗവതി ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു സംഗീതാർച്ചന. വികസനത്തിന്റെ പേരിൽ ജലസ്രോതസ്സുകൾ നശിപ്പിക്കുന്ന ഈ കാലത്ത് ഇതാ തൃശ്ശൂരിൽ നിന്ന് ഒരു കാഴ്ച. 16 വർഷമായി ഉപയോഗശൂന്യമായി കിടന്ന ഒരു കുളം ശുചീകരിച്ചിരിക്കുകയാണ് നാട്ടുകാർ. കൊടുങ്ങല്ലൂരിലെ മേത്തല ശ്രീനഗറിലാണ് മുസ്താക്കുളം നാട്ടുകാരുടെ നേതൃത്വത്തിൽ വൃത്തിയാക്കിയത്. കുളം സംരക്ഷിക്കണമെന്ന ആശയവുമായി എത്തിയ കേര റെസിഡൻസ് അസോസിയേഷനും അഷ്ടപതി തിയേറ്റേഴ്സും ചേർന്നപ്പോൾ കുളത്തിന് പുതുജീവൻ. പാലക്കാട് ജില്ലയിലെ ഏക കൂൺ ഗ്രാമമാക്കാൻ ഒരുങ്ങി തൃത്താല. ഹോർട്ടിക്കൾച്ചർ മിഷൻ രാഷ്ട്രീയ കൃഷി വികാസ് യോജന പദ്ധതി പ്രകാരം സുസ്ഥിര തൃത്താലയുമായി സംയോജിച്ചാണ് കൂൺ ഗ്രാമം നടപ്പാക്കുന്നത്. പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം മന്ത്രി MB രാജേഷ് നിർവഹിച്ചു. കാലാവസ്ഥ അനുകൂലമല്ലെങ്കിലും വയനാട് നൂൽപ്പുഴയിലെ ഒരു കൂട്ടം കർഷകർ പുഞ്ചകൃഷി കൈവിടാൻ ഒരുക്കമല്ല. കുഴൽക്കിണറിൽ നിന്ന് വെള്ളമെത്തിച്ചും തോടുകളിൽ താൽക്കാലിക തടയണകൾ തീർത്തുമാണ് 110 ഏക്കറിൽ ഈ കർഷക കൂട്ടം കൃഷി ചെയ്തത്. ജീവന തുല്യം സ്നേഹിച്ചവരെ സ്വന്തം ജീവൻ നൽകി രക്ഷിച്ച് കിച്ചു എന്ന റോഡ് വീലർ നായ. ഉഗ്രവിഷമുള്ള മൂർഖൻ പാമ്പിന്റെ ആക്രമണത്തിൽ നിന്നാണ് സ്വന്തം ജീവൻ വില നൽകി കിച്ചു വീട്ടുകാർക്ക് തുണയായത്. തൃശൂർ കുന്നംകുളം തേജ് കേരള വിഷൻ കേബിൾ TV ഓപ്പറേറ്ററായ പൊറവൂർ ശശികുമാറിന്റെ വീട്ടിലാണ് സംഭവം. ട്രാഫിക്കിലെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ദാഹജലം ലഭ്യമാക്കുന്നതിനുള്ള പരിപാടിക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് കേരള പോലീസ് അസോസിയേഷനും തിരുവനന്തപുരം റൂറൽ പോലീസും. ജില്ലയിലെ എല്ലാ പോലീസ് ഓഫീസുകളിലും കുടിവെള്ളം ലഭ്യമാക്കുന്ന ഈ പദ്ധതി റൂറൽ ജില്ലാ പോലീസ് മേധാവി സുദർശൻ ഉദ്ഘാടനം ചെയ്തു.
ചുട്ടുപൊള്ളുന്ന വേനലിനെ തണുപ്പിക്കാൻ തണ്ണിമത്തൻ വിളയിച്ച് ശ്രദ്ധ നേടുകയാണ് മലപ്പുറത്തൊരു യുവ കർഷകൻ. വളാഞ്ചേരി സ്വദേശി അലി അക്ബറാണ് വിവിധ തരം തണ്ണിമത്തൻ വിളയിച്ച് കൃഷിയിൽ വിജയം മുന്നേറുന്നത്. 13 ഇനം തണ്ണിമത്തനുകളാണ് അലി അക്ബറിന്റെ തോട്ടത്തിൽ ശ്രദ്ധ നേടുന്നത്. എഴുത്തുകാരൻ എം മുകുന്ദന്റെ പുതിയ പുസ്തകം പ്രകാശനം ചെയ്തു. ഭാഷോ ബുക്സ് പ്രസിദ്ധീകരിച്ച വാക്കും ശബ്ദവും എന്ന പുസ്തകമാണ് ലിവ ലിറ്ററേച്ചർ പ്രകാശനം ചെയ്തത്. കൊല്ലം സിറ്റി ജില്ലാ പോലീസ് സ്പോർട്സ് മീറ്ററിൽ വ്യക്തിഗത ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കി കുണ്ടറ സ്വദേശി അനൂപ് ജോൺ. കേരള പോലീസ് കുറ്റാന്വേഷണ വിഭാഗത്തിൽ ഫിംഗർ പ്രിന്റ് എക്സ്പേർട്ടാണ് അനൂപ് ജോൺ. മലപ്പുറം വളാഞ്ചേരി മൂച്ചിക്കൽ TRK പടിയിൽ സോളാർ മിനിമാസ് ലൈറ്റ് സ്ഥാപിച്ചു. നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്കൽ ഉദ്ഘാടനം നിർവഹിച്ചു. പരിപാടിയിൽ വാർഡ് കൗൺസിലർ തസ്ലീമ നദീർ അധ്യക്ഷത വഹിച്ചു. തൃശൂർ വിളക്കോട്ട് പാടം ദേവസൂര്യ കലാവേദി ആൻഡ് പബ്ലിക് ലൈബ്രറിയിൽ ലോക സിവിൽ പ്രതിരോധ ദിനം ആചരിച്ചു. ഗുരുവായൂർ ടെമ്പിൾ സ്റ്റേഷൻ SI ജെയ്സൺ KP പരിപാടി ഉദ്ഘാടനം ചെയ്തു. സാഹിത്യകാരൻ റാഫി നീലങ്കാവിൽ മുഖ്യാതിഥിയായി. തൃശൂർ ചിറ്റാട്ടുകരയിൽ മികച്ച മത്സ്യകർഷകനുള്ള അവാർഡ് കരസ്ഥമാക്കിയ CK സെബിയെ എളവള്ളി മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. 2024 ചാവക്കാട് മത്സ്യഭവന്റെ മികച്ച കർഷകനുള്ള അവാർഡാണ് സെബിക്ക് ലഭിച്ചത്. അനുമോദന സദസ്സ് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് ജോബിൻ ജോസ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ മണലൂർ മണ്ഡലം 18-ാം വാർഡിൽ കോൺഗ്രസ് കമ്മിറ്റി മഹാത്മാഗാന്ധി കുടുംബസംഗമം സംഘടിപ്പിച്ചു. കുടുംബസംഗമം KPCC സെക്രട്ടറി സുനിൽ അന്തിക്കാട് ഉദ്ഘാടനം ചെയ്തു. വാർഡ് പ്രസിഡന്റ് സുനു K മേനോൻ അധ്യക്ഷത വഹിച്ചു. തൃശൂർ വെങ്കിടങ്ങിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ ഈ വർഷത്തെ റംസാൻ റിലീഫ് പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഓവർസീസ് റെസിഡന്റ് മലയാളീസ് അസോസിയേഷൻ അന്താരാഷ്ട്ര തലത്തിൽ വിദ്യാർത്ഥികൾക്കായി ഒരുക്കുന്ന പ്രസംഗ മത്സരത്തിന്റെ 3ാം സീസണ് കോട്ടയത്ത് തുടക്കമായി. ഏപ്രിൽ 15 വരെയാണ് 1ാം ഘട്ടം. തിരുവനന്തപുരം വെള്ളറട പഞ്ചായത്ത് കൃഷ്ണപുരം വാർഡിൽ മഹാത്മാഗാന്ധി കുടുംബസംഗമം സംഘടിപ്പിച്ചു. ധനവച്ചപുരം VTMNSS കോളേജ് അധ്യാപിക ഡോക്ടർ വെറ്റിമോൾ മാത്യു ഉദ്ഘാടനം ചെയ്തു. വാർഡ് പ്രസിഡന്റ് ശിവേന്ദ്ര ലാൽ അധ്യക്ഷത വഹിച്ചു. തിരുവനന്തപുരം അഴീക്കോട് കൾച്ചറൽ സെന്ററിൽ മേഴ്സി കോപ്സ ഹ്യൂമൻ വെൽഫെയർ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ കിറ്റുകൾ വിതരണം ചെയ്തു. കിറ്റ് വിതരണം നെടുമങ്ങാട് ടൗൺ മസ്ജിദ് ചീഫ് ഇമാം ആബിദ് മൗലവി ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ ദേവസ്വം ചുമർചിത്ര പഠന കേന്ദ്രത്തിലെ ഒഴിവുള്ള ഒരു കലാചരിത്രാധ്യാപകൻ തസ്തികയിലെ ഒഴിവിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നു. മാർച്ച് 5 രാവിലെ 10:30 ഗുരുവായൂർ ദേവസ്വം ഓഫീസിലാണ് കൂടിക്കാഴ്ച. കലാചരിത്രവും സൗന്ദര്യശാസ്ത്രവും എന്ന വിഷയത്തിൽ ബിരുദാനന്തര ബിരുദം, അധ്യാപക പ്രവൃത്തി പരിചയം, കലാചരിത്ര രംഗത്തെ പ്രവൃത്തി പരിചയം എന്നിവയാണ് യോഗ്യതകൾ. 2026 പൊതു തെരഞ്ഞെടുപ്പിന് മുൻപായി വോട്ടർ പട്ടികയിൽ അപാകതകൾ ഉണ്ടെങ്കിൽ തിരുത്തുന്നതിനും ഒഴിവാക്കപ്പെടുന്നവരെ കണ്ടെത്തി ഒഴിവാക്കുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ചു. ഇതിനായി നിയമസഭാ മണ്ഡലാടിസ്ഥാനത്തിൽ ബൂത്ത് ലെവൽ ഓഫീസർമാർ അംഗീകൃത രാഷ്ട്രീയ പാർട്ടികൾ നിയോഗിക്കുന്ന ബൂത്ത് ലെവൽ എഞ്ചിനീയർമാരുമായി പോളിംഗ് സ്റ്റേഷനുകളിൽ യോഗം ചേരും. വോട്ടർ പട്ടിക പരിശോധിച്ച് അപാകതകൾ കണ്ടെത്തി പരിഹരിക്കും. വോട്ടർ പട്ടികയിലെ അപാകതകൾ സംബന്ധിച്ച് പൊതുജനങ്ങളുടെ ഭാഗത്തുനിന്നുള്ള പരാതികളും യോഗത്തിൽ പരിശോധിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു ഖേൽക്കർ അറിയിച്ചു. കേരള മീഡിയ അക്കാദമിയുടെ ന്യൂ മീഡിയ ആൻഡ് ഡിജിറ്റൽ ജേർണലിസം ഡിപ്ലോമ കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 6 മാസമാണ് കോഴ്സിന്റെ കാലാവധി. മാർച്ച് 7 വരെ അക്കാദമിയുടെ വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷിക്കാം. സംസ്ഥാന പട്ടികജാതി പട്ടിക ഗോത്രവർഗ കമ്മീഷൻ പരാതികൾ തീർപ്പ് കൽപ്പിക്കുന്നതിനായി ജില്ലയിൽ പരാതി പരിഹാര അദാലത്ത് നടത്തുന്നു. മാർച്ച് 13, 14 തീയതികളിൽ രാവിലെ 10:30 മുതൽ വൈകിട്ട് 5 വരെ എറണാകുളം ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിലാണ് അദാലത്ത്. കോട്ടയം ജില്ലയിലെ വിവിധ നാഷണൽ ആയുഷ് മിഷൻ സ്ഥാപനങ്ങളിലേക്ക് മൾട്ടി പർപ്പസ് വർക്കർ ഒഴിവുകളിലേക്ക് യോഗ്യതര ഉദ്യോഗാർത്ഥികളിൽ അപേക്ഷ ക്ഷണിച്ചു. മാർച്ച് 10 വൈകിട്ട് 5 മണി വരെ അപേക്ഷകൾ സ്വീകരിക്കും. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് കണ്ണൂർ ജില്ലാ ശുചിത്വ മിഷൻ വനിതകൾക്ക് മാത്രമായി റീൽ മത്സരം സംഘടിപ്പിക്കുന്നു. വിദ്യാർത്ഥികൾക്കും പങ്കെടുക്കാം. മാലിന്യം വലിച്ചെറിയുന്നതിനുള്ള സന്ദേശങ്ങൾ
മാലിന്യ സംസ്കരണം, ഹരിത പെരുമാറ്റച്ചട്ടം എന്നീ വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയാണ് മത്സരം. മനസ്സ് മാറ്റൂ, മാലിന്യം അകറ്റൂ എന്ന ക്യാപ്ഷനോട് കൂടി പരമാവധി 2 മിനിറ്റ് ദൈർഘ്യമുള്ള റീലുകൾ തയ്യാറാക്കി അയക്കാം. റീലുകൾ മാർച്ച് 8 വൈകുന്നേരം 5 വരെ അയക്കാം. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിക്കുന്ന കണ്ണൂർ പെരുവാമ്പറമ്പ് കല്ലുവയൽ നെല്ലിക്കാംപൊയിൽ റോഡ് പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് ടാറിംഗ് പ്രവൃത്തി നടക്കുന്നതിനാൽ മാർച്ച് 5 വരെ വാഹന ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചു. കണ്ണൂർ പേരാവൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് ദിവസവേതന അടിസ്ഥാനത്തിൽ ഡോക്ടറെ നിയമിക്കുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ മാർച്ച് 7 ഹാജരാക്കണം. തൃശൂർ ജില്ലയിലെ സർക്കാർ സ്ഥാപനത്തിൽ സൈക്യാട്രിക് സോഷ്യൽ വർക്കർ തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നു. മെഡിക്കൽ സൈക്യാട്രിസ്റ്റ് എംഫിൽ ബിരുദമുള്ള 18-41 പ്രായമുള്ള വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുമായി മാർച്ച് 6 മുൻപായി ബന്ധപ്പെട്ട പ്രൊഫഷണൽ ആൻഡ് എക്സിക്യൂട്ടീവ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നേരിട്ട് ഹാജരാക്കും. കണ്ണൂർ സർവകലാശാല ഹിന്ദി വിഭാഗത്തിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറുടെ ഒഴിവ്. UGC നിഷ്കർഷിക്കുന്ന യോഗ്യതയുള്ളവർ മാർച്ച് 4 രാവിലെ 10:30 ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്ന ഇന്റർവ്യൂവിൽ അസൽ യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ സഹിതം പങ്കെടുക്കണം. ആലപ്പുഴ പട്ടണക്കാട് ഗ്രാമപഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഞ്ചായത്തിലെ മുഴുവൻ അങ്കണവാടികൾക്കും സ്മാർട്ട് ടിവികൾ വിതരണം ചെയ്തു. അറിവും തിരിച്ചറിവും എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സ്മാർട്ട് ടിവി വിതരണോദ്ഘാടനം KC വേണുഗോപാൽ MP നിർവഹിച്ചു. അസാപ്പ് കേരളയിൽ കമ്മ്യൂണിക്കേഷൻ സ്പെഷ്യലിസ്റ്റ് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കമ്മ്യൂണിക്കേഷൻ, മാസ് കമ്മ്യൂണിക്കേഷൻ, ജേർണലിസം, പബ്ലിക് റിലേഷൻസ് എന്നിവയിലോ മറ്റ് അനുബന്ധ വിഷയങ്ങളിലോ ബിരുദാനന്തര ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാം. മാർച്ച് 9 വൈകിട്ട് 5 മുൻപ് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കണം. വിവാഹിതയായ സ്ത്രീയെ മറ്റൊരാൾ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന കുറ്റം നിലനിൽക്കില്ലെന്ന് ഹൈക്കോടതി. വിവാഹബന്ധം ഏർപ്പെടുത്താതെ മറ്റൊരു വിവാഹം സാധ്യമാകില്ലെന്നിരിക്കെ പരസ്പര സമ്മതത്തോടെയാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതെന്ന് കരുതേണ്ടി വരും. പരസ്പര സമ്മതത്തോടെയുള്ള ബന്ധത്തിൽ ബലാത്സംഗവും തടങ്കൽ കുറ്റവും നിലനിൽക്കില്ലെന്നും കോടതി പറഞ്ഞു. പാലക്കാട് സ്വദേശിയായ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയാണ് പീഡന കേസ് റദ്ദാക്കിയത്. ജസ്റ്റിസ് A ബദറുദ്ദീന്റെ ഉത്തരവ്. റാസൽ ഖൈമയിലേക്ക് കേരളത്തിൽ നിന്ന് നേരിട്ടുള്ള സർവീസുകൾ പ്രഖ്യാപിച്ച ഇൻഡിഗോ എയർലൈൻസ് മാർച്ച് 15 മുതലാണ് കൊച്ചിയിൽ നിന്ന് റാസൽ ഖൈമയിലേക്ക് നേരിട്ടുള്ള സർവീസുകൾ തുടങ്ങുക. പുതിയ സർവീസുകൾ കൂടിയാകുമ്പോൾ കേരളത്തിൽ നിന്നുള്ള UAE-യിലേക്ക് ഇൻഡിഗോയുടെ നേരിട്ടുള്ള സർവീസുകളുടെ എണ്ണം ആഴ്ചയിൽ 49 ആകും. പക്ഷിയിടിച്ചതിനെ തുടർന്ന് ആകാശമധ്യത്തിൽ എഞ്ചിന് തീപിടിച്ച വിമാനം അടിയന്തരമായി ഇറക്കി. ഫെഡെക്സ് കാർഗോ വിമാനമാണ് ഇറക്കിയത്. ന്യൂജേഴ്സിയിലെ നെവാർക്ക് ലിബർട്ടി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലായിരുന്നു സംഭവം. അമേരിക്കൻ ഗായികയും അഭിനേത്രിയുമായ ആൻജി സ്റ്റോൺ അന്തരിച്ചു. അലബാമയിൽ വെച്ചുണ്ടായ വാഹനാപകടത്തിലായിരുന്നു മരണം. അറ്റ്ലാന്റയിൽ സംഗീത പരിപാടി അവതരിപ്പിക്കാൻ ഗായക സംഘത്തോടൊപ്പം വാനിൽ സഞ്ചരിക്കവെയാണ് അപകടമുണ്ടായത്. മകൾ ഡയമണ്ട് സ്റ്റോണാണ് മരണവാർത്ത സ്ഥിരീകരിച്ചത്. ഇൻസ്റ്റഗ്രാമിന് ഭീഷണിയാവാൻ പുതിയ ആപ്പ് പുറത്തിറക്കി ബ്ലൂ സ്കൈ. ഫ്ലഷ് എന്നാണ് ബ്ലൂ സ്കൈയുടെ ഫോട്ടോ വീഡിയോ ഷെയറിംഗ് ആപ്പിന്റെ പേര്. ആപ്പ് സ്റ്റോറിൽ 24 മണിക്കൂറിനകം 30,000 ഡൗൺലോഡുകൾ സ്വതന്ത്ര ആപ്പിന് ലഭിച്ചു. ഫ്ലാഷിന്റെ ആൻഡ്രോയിഡ് ആപ്പ് എപ്പോൾ പുറത്തിറങ്ങുമെന്ന് വ്യക്തമല്ല. ഇൻസ്റ്റഗ്രാമിനോട് ഏറെ സാധ്യതയുള്ള ഫോട്ടോ വീഡിയോ ഷെയറിംഗ് ആപ്പാണ് ബ്ലൂ സ്കൈ പുറത്തിറക്കിയ ഫ്ലാഷ്. ദുബൈയിലെ ബസ് സ്റ്റേഷനുകളിലും മറൈൻ സ്റ്റേഷനുകളിലും സൗജന്യ വൈഫൈ സൗകര്യം ഏർപ്പെടുത്തി. ആദ്യഘട്ടത്തിൽ 29 സ്റ്റേഷനുകളിലാണ് ഈ സൗകര്യം ലഭ്യമാകുക. പൊതുഗതാഗത സൗകര്യം ഉപയോഗിക്കുന്ന യാത്രക്കാരുടെ മൊബൈൽ ഫോണുകളിൽ ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഉറപ്പാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. റമദാൻ മാസമായതോടെ പൗരന്മാർക്കും താമസക്കാർക്കും നിർദ്ദേശങ്ങളുമായി റോയൽ ഒമാൻ പോലീസ്. വാഹനം ഓടിക്കുന്നവർക്കാണ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചത്. ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ പ്രധാന റോഡുകളിൽ ട്രക്കുകൾ നിരോധനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. യാത്രയിൽ ക്ഷീണം അനുഭവപ്പെടുകയാണെങ്കിൽ വാഹനം നിർത്തി മതിയായ വിശ്രമം എടുക്കണമെന്നും ROP നിർദ്ദേശിക്കും. ചാമ്പ്യൻ ട്രോഫി ക്രിക്കറ്റിൽ ഇനി സെമി അംഗം ഇന്ത്യ നാളെ ഓസ്ട്രേലിയയെ നേരിടും. ന്യൂസിലാൻഡിന്റെ എതിരാളികൾ ദക്ഷിണാഫ്രിക്ക. ഫൈനൽ മത്സരം ഞായറാഴ്ച. ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ സെമി ലൈനപ്പായി നാളെ നടക്കുന്ന ആദ്യ സെമിയിൽ ഇന്ത്യ ഓസ്ട്രേലിയയെ നേരിടും. ഉച്ചയ്ക്ക് 2:30 ദുബായിലാണ് മത്സരം. ബുധനാഴ്ച രണ്ടാം സെമിയിൽ ദക്ഷിണാഫ്രിക്കയും ന്യൂസിലാൻഡും ഏറ്റുമുട്ടും.
വയനാട് മേപ്പാടി നെടുമ്പാല എസ്റ്റേറ്റിലെ കെണിയിൽ കുടുങ്ങിയ പുലിയെ ബൈക്ക് വെടിവെച്ചു. പന്നിക്ക് വെച്ച കെണിയിലാണ് പുലി കുടുങ്ങിയതെന്നാണ് വിവരം. 100ഓളം വരുന്ന RRT സംഘം പുലിയെ വളഞ്ഞെന്നാണ് ബൈക്ക് വെടിവെച്ചത്. മുൻകാലുകൾ കെണിയിൽ കുടുങ്ങിയ നിലയിലാണ് പുലിയുള്ളത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി നടത്തിയ പരിശോധന നടത്തി പുലി ആരോഗ്യവാനാണെന്ന് വിലയിരുത്തി. അതിവേഗ വാർത്തകൾ പൂർണ്ണമാക്കുന്നു.